35 വർഷമായി ഈ കോർപ്പറേഷൻ വിജയകരമായി പ്രവർത്തിക്കുകയാണ്. ഓരോ വർഷവും ഏതാണ്ട് 150 കോടി രൂപയുടെ വർക്കുകൾ ചെയ്യും. കഴിഞ്ഞ സാമ്പത്തിക വർഷം 1.5 കോടി രൂപ ലാഭത്തിലായിരുന്നു. ഇവർക്ക് ഗവൺമെൻറ് നല്ല ഈ സ്റ്റാഫിനൊന്ന് ശമ്പളവും മറ്റു കാര്യങ്ങളോ കൊടുക്കുന്നത്. ഇതെല്ലാം കോർപ്പറേഷനാണ് വഹിക്കുന്നത്. ഇതിൻ്റെ എല്ലാ ചെലവുകളും കോർപ്പറേഷൻ തന്നെ. ഗവൺമെൻറ്റിൽ നിന്ന് ഒരു പൈസ പോലും ഇവർക്ക് കൊടുക്കാറില്ല. ജീവനക്കാരെല്ലാം അഡ്ഹോക് ബേസിലുള്ളവരാണ്. റിട്ടയർ ചെയ്തവരെ പ്രൊഫഷണലായിട്ടുള്ള കഴിവുള്ള ആളുകളാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വളരെ എഫക്റ്റീവായൊരു പ്രവർത്തനം അവർ കാഴ്ചവെക്കുന്നുണ്ട്. ഞാൻ ആ പ്രവർത്തനങ്ങളൊന്ന് വിലയിരുത്തുകയാണ്. എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്, എന്തെല്ലാം അവരുടെ പ്രയാസങ്ങൾ എന്തെല്ലാമാണ്, ബുദ്ധിമുട്ടുകൾ എന്തെല്ലാമാണ്, അതെല്ലാം ഞാൻ വളരെ ശ്രദ്ധാപൂർവം കേട്ടു. DGP ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഞങ്ങളതെല്ലാം ചെയ്യാമെന്ന് അവരോട് സമ്മതിച്ചിട്ടുണ്ട്. ഏറ്റവും നൂതനമായ ഒരു പദ്ധതി ഇപ്പോൾ അവർ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ പോലീസ് സ്റ്റേഷനുകളിൽ കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ, അതോടൊപ്പം തന്നെ ദീർഘകാലമായി കെട്ടിക്കിടക്കുന്ന പല വസ്തുക്കളും, ഇതെല്ലാം പൊതുജനങ്ങൾക്കും പോലീസിൻ്റെ ദൈനംദിന പ്രവർത്തനത്തിനൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുക. ചില സ്ഥലങ്ങളിൽ ലോറികൾ പിടിച്ചിട്ട് ആ ലോറിയുടെ പുറത്ത് വലിയ മരങ്ങൾ കിളിച്ച് നിൽക്കുന്നു. അവിടെ പാമ്പ്, ഇഴജന്തുക്കളൊക്കെ വന്നിട്ട് വളരെ ബുദ്ധിമുട്ട്. ഇതൊക്കെ ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണ്, ഒരു ഡിസ്പോസലും ഉണ്ടാകുന്നില്ല. അപ്പം ഞങ്ങളതിന് ഒരു പദ്ധതി റിക്ലൈം, റിന്യൂ, റിവൈവ് എന്ന പേരിൽ KPSC ഒരു പദ്ധതി തയ്യാറാക്കുക. അപ്പോൾ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ CERO കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനം, നവരത്ന കമ്പനിയാണ്. മിനി നവരത്ന മിനറൽസ് ആൻഡ് മെറ്റൽ ട്രേഡിംഗ് കോർപ്പറേഷൻ്റെ നേതൃത്വത്തിലുണ്ട്. ടെക് മഹേന്ദ്ര അവരുടെ ടെക്നിക്കൽ അസിസ്റ്റൻസോടുകൂടി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നവരത്ന കമ്പനി, മിനി നവരത്ന കമ്പനിയായ സീറോ, അവരുമായിട്ട് KPSC സംസാരിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവരപ്പോൾ അതുമായിട്ട് ആലോചിച്ച് ഈ വേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല അല്ലേ, എന്താണ് സ്ക്രാപ്പ്, റിക്ലൈം, റിന്യൂ, റിവൈവ്, അത് നമ്മുടെയാണ്, നമ്മുടെ ടാഗ് ലൈനാണ്. സ്പേസ് എന്നാണ് KPSC ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. അത് സ്ക്രാപ്പ് പ്രോസസ്സിംഗ് ഫോർ ഏരിയ ക്ലീനപ്പ് ആൻഡ് എൻഹാൻസ്മെൻറ്റ് സ്പേസ് ഇനിഷ്യേറ്റീവ്. സ്പേസ് എന്നുള്ളതിൻ്റെ എൻ്റെ എല്ലാവരും ചെയ്യുന്ന പേര് സ്ക്രാപ്പ് പ്രോസസ്സിംഗ് ഫോർ ഏരിയ ക്ലീനപ്പ് ആൻഡ് എൻഹാൻസ്മെൻറ്റ്. അത് KPSCയുടെ ഒരു പ്രൊജക്റ്റായിട്ട് അവർ അവതരിപ്പിക്കുകയാണ്. അതിന് മിനിരത്ന കമ്പനി, കേന്ദ്ര ഗവൺമെൻറ് മിനിരത്ന കമ്പനിയായ സീറോ എന്ന് പറയുന്ന കമ്പനിയുമായി ചേർന്നാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് ചെയ്യണം. അതിനാവശ്യമായ നിർദ്ദേശം DGP അത് താഴെയുള്ള ഉദ്യോഗസ്ഥന്മാർ, ഓരോ SP-മാർ താഴെയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കും. കാരണം ഇത് വലിയ ശല്യം, ബുദ്ധിമുട്ടുമാണ് ജനങ്ങൾക്കും. ഒന്നാം പോലീസ് സ്റ്റേഷൻ സ്ഥലമില്ല, ഈ സ്ക്രാപ്പെല്ലാം കൂടെ കൂടിക്കിടന്ന് ഭയങ്കരമായ ബുദ്ധിമുട്ടുണ്ടാക്കുക. അപ്പോൾ അങ്ങനെ ഒരു പദ്ധതിയെപ്പറ്റി ആലോചിക്കുന്നുണ്ട്. അത് ഇനിയും DGP ആണ് ചെയർമാൻ ഇതിൻ്റെ. അദ്ദേഹവും മറ്റു ഉദ്യോഗസ്ഥന്മാരെ ആലോചിച്ച് മറ്റ് നടപടികൾ കൈക്കൊള്ളുന്നതാണ്. അല്ല, അതെല്ലാം അവർ തയ്യാറാക്കുന്നു. അവർ KPSCക്ക് തയ്യാറാക്കാമല്ലോ. DGP ആണല്ലോ ചെയർമാൻ. അവരത് ആലോചിച്ചാൽ ഇതൊരു ആശയം മുന്നോട്ട് വെച്ചപ്പോൾ അവരിക്കൊരു സ്പേസ് എന്ന് പറയുന്ന ഒരു ഇനിഷ്യേറ്റീവ് മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നൊരു കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ നിയന്ത്രണത്തിലും നേതൃത്വത്തിലും നടക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഏതായാലും അതിന് മറ്റ് ഡീറ്റെയിൽസ് ചെയ്ത് വർക്കൗട്ട് ചെയ്യും. നമുക്ക് ആവശ്യം പോലീസ് സ്റ്റേഷനുകളുടെ പ്രിമിസസ് ക്ലീൻ ചെയ്യുക, പോലീസ് സ്റ്റേഷനിൽ വരുന്ന ആളുകൾക്ക് സ്വൈര്യമായി പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കാണാനുള്ള അവസരം, സ്പേസ്, ഇതെല്ലാം ഒരുക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ന് ഞങ്ങളെല്ലാ വർക്കുകളും ഒന്ന് റിവ്യൂ ചെയ്തു. സമയബന്ധിതമായി വർക്കുകൾ പൂർത്തിയാക്കാനും അതോടൊപ്പം തന്നെ ക്വാളിറ്റി അഷ്വർ ചെയ്യാനും, ഇവരുടെ വർക്കുകൾക്ക് നല്ല ക്വാളിറ്റി ഉണ്ട്, അത് എല്ലാവരും പറയുന്നൊരു കാര്യമാണ്. അത് ഉറപ്പുവരുത്താനുമുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത്. അപ്പോൾ ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകും. കേന്ദ്ര ഗവൺമെൻറ് ചില പദ്ധതികളുടെ പണമുണ്ട്, കേരള ഗവൺമെൻറ്റിൻ്റെയും പണമുണ്ട്. കേരള ഗവൺമെൻറ് ബഡ്ജറ്റ് വിഹിതമാണ്. കേന്ദ്ര ഗവൺമെൻറ് വിവിധ മോഡേണൈസേഷൻ്റെ വിവിധ പ്രോജക്റ്റുകൾക്കാണ് കേന്ദ്ര ഗവൺമെൻറ് പണം കൊടുക്കുന്നത്.
അതനുസരിച്ചുള്ള വർക്കുകൾ അവർ മുന്നോട്ട് കൊണ്ടുപോകും. ഇതാണ്. പിന്നെ ഞങ്ങളുടെ ഇപ്പം ഇവർ പോലീസിൻ്റെ വർക്ക് മാത്രമല്ല, ഫോറസ്റ്റ്, ഇറിഗേഷൻ, മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട്. ആ ഹെൽത്ത്, LSGD, ഇല്ലേ, അനിമൽ ഹസ്ബൻഡറി, വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ വർക്കും എഫക്റ്റീവായി ചെയ്യുന്നുണ്ട്. എഡ്യൂക്കേഷൻ, യൂണിവേഴ്സിറ്റീസ്, അതെ. അതുപോലെ പോലീസിലെ തന്നെ ഫയർഫോഴ്സ്, പ്രിസൺ, വിജിലൻസ്, അതുകൂടൊക്കെ ഇതുവഴി ചെയ്യാനായിട്ട് നമ്മൾ ആവശ്യപ്പെടുന്നു. കാരണം അപ്പോൾ ഒരു ഉത്തരവാദിത്വം വരുമല്ലോ. അപ്പോൾ അങ്ങനെയാവുമ്പോൾ കൂടുതൽ വർക്ക് അവർക്ക് ചെയ്ത് വൃത്തിയാക്കാൻ കഴിയും. അതല്ല, എവിടെ പോലീസിൻ്റെ വണ്ടി സ്ക്രാപ്പായിട്ടുണ്ടോ അതൊക്കെ അവർ വർക്കൗട്ട് ചെയ്ത് അങ്ങനെ വേണം. പോലീസിൻ്റെ സ്റ്റേഷനിലല്ലാതെ ഇപ്പോൾ PHQയിലുണ്ടാവും, ജില്ലകളിലെ പോലീസ് കാര്യാലയത്തിലുണ്ടാവും, അല്ലേ? അപ്പോൾ അതെല്ലാം നോക്കി അത് കണക്കെടുക്കുമല്ലോ അവർ. അതെല്ലാം സ്റ്റേഷനിൽ ആവശ്യമില്ലാതെ കെട്ടിക്കിടക്കുന്നത്, ഓടിക്കാൻ ഒരു മാർഗമില്ലാത്തത്, സ്ക്രാപ്പായി കിടക്കുന്നത്, അതെല്ലാം ആ ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്യും. അല്ല, അത്തരമുള്ളത് മാറ്റിയിടും, അത് വേറെ സ്ഥലത്തേക്ക് മാറ്റും. പോലീസ് സ്റ്റേഷനിൽ അത് ഉണ്ടാവില്ല. അതിനുള്ള പൊതു സ്ഥലങ്ങളുണ്ടാവില്ല. കേസ് കിടക്കുന്ന കേസ് അത് ഇനിഷ്യേറ്റീവ് തീർക്കാൻ നോക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു പ്രോഗ്രാമാണിത്. ഇറ്റ്സ് ആൻ ഇനിഷ്യേറ്റീവ് ഫ്രം ദ കേരള പോലീസ് ഹൗസിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ടു ക്ലീൻ അപ്പ് ദ പോലീസ് സ്റ്റേഷൻസ്, പ്രിമിസസ് ഓഫ് ദ പോലീസ് സ്റ്റേഷൻസ്. അത് കുറേ കാലമായിട്ട് എല്ലാവരും പറയുന്നത്, ആര് കണ്ടാലും എന്നോട് പറയുന്നത് ഇതാണ്. ഈ പോലീസ് സ്റ്റേഷനിൽ കിളിച്ച് നിൽക്കുന്ന, സ്റ്റേഷനിലെ വണ്ടിയിൽ കിളിച്ച് നിൽക്കുന്നു, ആര് കിളിച്ച് നിൽക്കുന്നു, ഇതൊക്കെ ഒന്ന് മാറ്റിക്കൂടെ എന്നൊക്കെ എല്ലാവരും ചോദിക്കും. ഇതിലൊക്കെ ആദ്യം അവർ ചെയ്യുന്നത്, ഇതിന് കണക്കെടുപ്പ് നടത്തും. ആദ്യം പോലീസ് ഹൗസിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ തന്നെ, അല്ലേ, ചീഫ് എഞ്ചിനീയറാണ്, അവർ കണക്കെടുപ്പ് നടത്തും. നടത്തിയിട്ട് DGP, ഇതിന് കമ്മിറ്റി ഉണ്ടല്ലോ, ഇവർക്കൊരു കമ്മിറ്റി ഉണ്ട്, ചെയർമാൻ DGP ആയിട്ട് അവർ വർക്കൗട്ട് ചെയ്യും.